അനുഗാമിയുടെ 100-ാം ദിനം ആഘോഷമാക്കി എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷയുടെ നേതൃത്വത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ടീം വർഷങ്ങളായി ഉണങ്ങാത്ത മുറിവുമായി കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെ 100 പ്രവൃത്തി ദിവസങ്ങളിലൂടെ അവരുടെ മുറിവുകൾ ഉണക്കിയെടുക്കുന്ന പദ്ധതിയുടെ 100-ാം ദിവസമാണ് ആഘോഷമാക്കിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. അനുഗാമിയുടെ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആചരണവും ആഘോഷവുമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷയുടെ നേതൃത്വത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നിലാവ് ടീമിന്റെ ശ്രദ്ധേയമായ പദ്ധതിയാണ് അനുഗാമി ടു ഹീൽ ടുഗദർ. 10 വർഷത്തോളം എങ്കിലുമുള്ള മുടങ്ങാത്ത മുറിവായിട്ട് വീടിന്റെ അകത്തടങ്ങളിൽ അകപ്പെട്ടു പോയ 51 രോഗികളാണ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു കണക്കിന് സമൂഹത്തിന്റെയോ വൈദ്യശാസ്ത്ര സൃഷ്ടിയാണ് അവരുടെ ഇപ്പോഴത്തെ അന്നുണ്ടായിരുന്ന അവസ്ഥ. അതിനെ ആ ചലഞ്ചോടുകൂടി ആ ടാസ്ക് രൂപപ്പെടുത്തിക്കൊണ്ട് അത് ഏറ്റെടുക്കാൻ ഏറ്റവും ശ്രമകരമായ പരിപാടിയാണ്. അതിൽ ക്യാൻസർ രോഗികളുണ്ടായിരുന്നു, ക്യാൻസറിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ മൂലം വലുതായ ക്യാൻസർ രോഗികളുണ്ടായിരുന്നു, ബെഡ് സോറുകൾ നിരന്തരമായി കിടപ്പ് രോഗി ആയതുകൊണ്ട് ബെഡ് സോറിലൂടെ വളരെ വലിയ സൈസുള്ള ബെഡ് സോറിലൂടെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അല്ലാതെ അണുബാധ കൊണ്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടായിരുന്ന കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു, ഡയബറ്റിക് അൾസർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള നിലവിലുള്ള പാലിയേറ്റീവ് പരിമിതികൾക്കൊപ്പം തന്നെ ഒരു അധിക വേദനയായിട്ട് അധിക ബാധ്യതയായിട്ട് ജീവിച്ചിരുന്ന 51 പേരാണ് നമുക്ക് ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. അവർ ഏറ്റെടുക്കാന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ആരോഗ്യ സംവിധാനത്തിനും കഴിയില്ല. കാരണം നമുക്ക് 5 പാലിയേറ്റീവ് നഴ്സുമാരുള്ള പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് 51 പേര് നിരന്തരമുള്ള ദൈനംദിനമുള്ള അല്ലെങ്കിൽ ഓരോ നിമിഷം പ്രതിയുള്ള പരിചരണത്തിലൂടെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു ടാസ്ക് അല്ല. വർഷങ്ങളായി ഉണങ്ങാത്ത മുറിവുമായി ഭവനങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെ 100 പ്രവൃത്തി ദിവസങ്ങളിലെ കർമ്മ പദ്ധതിയിലൂടെ അവരുടെ മുറിവുകൾ നിരന്തരമായ പരിചരണം മൂലം ഉണക്കിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം MLA TJ വിനോദ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ആശുപത്രി. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തോളമായി വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന രോഗികളെ 50ഓളം രോഗികളെ വലിയ അസുഖത്തെ തുടർന്ന് അവരുടെ മുറിവുകൾ ഉണങ്ങാതെ വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന അവരെ ഒരു സാന്ത്വനം എന്നോണം ഇന്ന് അനുരാഗി എന്ന പദ്ധതിയുടെ ഭാഗമായി നിരന്തരമായ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റിലൂടെ അവരുടെ സംരക്ഷണത്തിലൂടെ അവരുടെ മുറിവുകൾ ഉണക്കപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒന്നായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. ധാരാളം ആളുകൾ ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ ലയൺസ്, റോട്ടറി എല്ലാവരും എറണാകുളം വരെയോ മേടിച്ചിടം വന്നിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും ഒരു പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. നമുക്കിങ്ങനൊരു ആവശ്യം വരുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ട് പോയി. ഒരു രോഗി നമ്മുടെ വീട്ടിൽ ബെഡ് സോറായിട്ട് കിടക്കുമ്പോഴാണ് നമ്മളതിൻ്റെ പ്രയാസം പലപ്പോഴും അനുഭവിക്കുക. ഞാൻ ചെറുതാണെങ്കിൽ പോലും ഇത്തരം ചില പ്രയാസങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സഹായിക്കാൻ വരുന്നവരെ ജീവിതത്തിൽ ഒരിക്കലും ആ രോഗിയും മറക്കില്ല, ആ കുടുംബവും മറക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്രയും അധികം ആളുകൾ ഇവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എറണാകുളം MP ഹൈബി ഈഡൻ മുഖ്യപ്രഭാഷണം നടത്തി. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു 2000 മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു വിദ്യാർത്ഥി യുവജന സംഘടനയും ഒരു സമരം വലിയ പ്രത്യക്ഷമായ ഒരു സമരത്തിന് കടന്നു വരാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ കാരണം അങ്ങനെ വീഴ്ചകൾ ഇല്ല എന്നല്ല, അതൊന്നും പൊതുജനങ്ങളെ എഫക്റ്റ് ചെയ്യരുത്, അതൊന്നും രോഗികൾക്കും ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ മനോവീര്യം കെടുത്തരുത് എന്നുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു പക്വമായ സമീപനം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം തന്നെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഷാഹിർ ഷായുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന പദ്ധതികൾ, തുടങ്ങുന്ന പദ്ധതികൾ, അതിന് ഞങ്ങൾ വലിയ പിന്തുണ നൽകുന്നത് അദ്ദേഹം നമ്മൾക്കറിയാം പുനലൂർ ആശുപത്രിയിൽ നിന്ന് സ്പെഷ്യലായി മന്ത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അനുവിൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം.
ചടങ്ങിൽ അനുഗാമി വിന്നേഴ്സിനെ ജനപ്രതിനിധികളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ആദരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്കായി കൊച്ചിൻ മലബാർ ലയൺസ് ക്ലബ്, കൊച്ചിൻ മറൈൻ ലയൺസ് ക്ലബ് പ്രതിനിധികളായ അഡ്വക്കേറ്റ് ശിവകുമാർ, ആഷിർ, കൃഷ്ണകുമാർ, നൌഫർ എന്നിവർ ചേർന്ന് നൽകിയ 200 ഡയാലൈസർ ആശുപത്രി സൂപ്രണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ കൊച്ചിൻ കോർപ്പറേഷൻ വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ റെനീഷ്, ഭാരതീയ വിദ്യാഭവൻ ഡയറക്ടർ ഇ രാമൻകുട്ടി, എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ, വാർഡ് കൗൺസിലർ പത്മജ എസ് മേനോൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ, HDS അംഗങ്ങളായ ജോൺ ഫെർണാണ്ടസ്, MR അഭിലാഷ്, MP രാധാകൃഷ്ണൻ, അനിൽകുമാർ എസ്, PM മുഹമ്മദ് ഹസൻ, അലൻ ജോർജ്, MM ഫ്രാൻസിസ്, KG പുരുഷോത്തമൻ, AS ദേവപ്രകാശ്, KV ബിജോയ്, റെജി സി വർക്കി, രാംകുമാർ, കുര്യൻ എബ്രഹാം, G ജയേഷ്, PS പ്രകാശൻ, ബോസ്കോ വടുതല, രംഗൻ മുഴങ്ങിൽ, സിനുലാൽ, അഷ്റഫ്, കാരുണ്യവർഷം ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ജോസ് പാറപ്പള്ളി, സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി റോസ്മി, സെക്രട്ടറി KV പാർത്ഥസാരഥി, ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ സ്വാഗതവും RMO ഡോക്ടർ ഷാബ് ഷെരീഫ് നന്ദിയും രേഖപ്പെടുത്തി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2008 തുടക്കം കുറിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗം കൊച്ചിൻ കോർപ്പറേഷന്റെ 34 ഡിവിഷനുകളിലായാണ് പാലിയേറ്റീവ് സേവനങ്ങൾ നൽകി വരുന്നത്. ആഴ്ചയിൽ 5 ദിവസവും വീടുകളിലെത്തിയുള്ള രോഗി പരിചരണവും മരുന്നും മറ്റും അനുബന്ധ പരിചരണ വസ്തുക്കളും നൽകിക്കൊണ്ട് OP ദിവസങ്ങളും പ്രവർത്തിക്കുന്നു. പാലിയേറ്റീവ് കെയർ എന്നാൽ ഒരു രോഗിയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ നൽകി വരുന്ന പരിചരണം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഒട്ടനവധി പദ്ധതികൾ എറണാകുളം ജനറൽ ആശുപത്രി പാലിയേറ്റീവ് വിഭാഗം തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾ സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറൻറ്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.